ഞാൻ ഇന്ന് സ്റ്റുഡിയോയിൽ സമ്മർ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന് കണ്ടിട്ടാണ് പോയത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നൂഡിൽസ് സ്ട്രാപ്പുള്ള ഡ്രസ്സൊക്കെ ട്രൈ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ എടുത്തിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഡ്രസ്സാണ്, മെറ്റീരിയൽ വൈസ് എല്ലാം സൂപ്പറാണ്. പിന്നെ വൈറ്റ് തീം വരുന്ന ഡ്രസ്സസ് ഒന്നും ഞാൻ എടുത്തില്ല, കാര്യം എനിക്ക് കുറേ വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. അപ്പം ഞാൻ വൈറ്റും ബ്ലാക്കും ഒക്കെ കളഞ്ഞിട്ട് എൻ്റെ വെറൈറ്റി കളേഴ്സാണ് ഞാൻ ട്രൈ ചെയ്യാനൊക്കെ നോക്കിയത്. നല്ല കുർത്തയാണ്, പക്ഷേ കട്ടി കുറവാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ സൈസിൽ നിന്നും കുറച്ചും കൂടെ ബിഗ്ഗർ സൈസ് എടുക്കുന്നതായിരിക്കും നല്ലത്. കഴുകുമ്പോൾ ചുരുങ്ങും. സ്റ്റുഡിയോയിലെ കുറച്ച് കുർത്തയൊക്കെ അങ്ങനെ ചുരുങ്ങിയിട്ടുണ്ട്. 399 299 കുർത്തയൊക്കെ ഉണ്ട്. 399 ആണ് കുറച്ചും കൂടെ കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. 299 ലൈനിങ് ഒന്നുമില്ല കേട്ടോ. 399 ആണ് കുറച്ചെങ്കിലും കട്ടിയൊക്കെ ഉണ്ട്. ഇനി ഈ തവണ ഞാൻ അങ്ങനെ വെറൈറ്റി ജീൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അത് നേരത്തെക്കാട്ടിലും കുറവാണ്. പിന്നെ സൈസ് എല്ലാത്തിനും കുറവാണ്. 36 വരെ പോകുന്നില്ല സൈസൊന്നും. ഇതിനൊക്കെ 36 സൈസ് ഉണ്ട് ഈ ടോപ്പിനൊക്കെ. ഓർണമെന്റ്സ് നോക്കുവാണെങ്കിൽ കുറേ ആക്സസറീസ് ന്യൂ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല രസമുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ കളറ് പോകും, ലോങ് ലാസ്റ്റിംഗ് അല്ല. ആൻഡ് വൈഡ് വെറൈറ്റീസ് ഓഫ് ഇന്നേഴ്സ് ഒക്കെ അവൈലബിൾ ആയിരുന്നു സ്റ്റുഡിയോയിൽ. പുഷപ്പ് ബ്രായും പാഡഡ് ആയിട്ടുള്ളതും സെമി പാഡഡ് ആയിട്ടുള്ളതും ഷോർട്ട്സ് ബ്രായും അതൊക്കെ അവൈലബിൾ ആയിരുന്നു. ലിപ്സ്റ്റിക്കിൻ്റെ ഏരിയയിൽ നോക്കുമ്പോൾ അറേഞ്ചിങ് ഒന്നും വലിയ സുഖമില്ലായിരുന്നു. പിന്നെ ന്യൂ ലോഞ്ചിങ് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ടെക്സ്ചറൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ മേക്കപ്പ് സാധനങ്ങൾ ഞാൻ മിസ് ചെയ്തു. ന്യൂ ലോഞ്ചിങ്ങിന് ഞാൻ മേക്കപ്പ് കുറച്ചും കൂടെ പ്രതീക്ഷയാണ് കേട്ടോ ചെന്നത്, പക്ഷെ എനിക്ക് അത്രയും കിട്ടിയിട്ടില്ലായിരുന്നു. ഇതൊക്കെ ബ്ലഷും ഫൗണ്ടേഷനൊക്കെയാണ്. ഈ പിങ്ക് ബ്ലഷ് ഉണ്ടല്ലോ, ഇത് പുറമേ കാണുന്ന കളർ പോലെയല്ല ഉള്ളിൽ. അതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടേ ഇല്ല. അതെടുക്കണം എന്ന് വിചാരിച്ചാണ് ചെന്നത്, പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ സ്റ്റുഡിയോയിൽ ന്യൂ ലോഞ്ചായിട്ട് കുറേ പ്രോഡക്റ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം സ്പെക്സ് ആണെങ്കിലും ബാഗ്സ് ആണെങ്കിലും സൈഡ് ബാഗ്സ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി വെറൈറ്റി ആകാമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഡിഫറെൻറ്റ് 3 ടൈപ്പ് ഓഫ് മാസ്ക് അവിടെ അവൈലബിൾ ആയിരുന്നു. പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ, എന്നാൽ ഡ്രസ് വൈസ് നോക്കുമ്പോൾ വലിയൊരു മാറ്റമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഷോർട്സ് ഒന്നും പണ്ടില്ലായിരുന്നു, ഇപ്പോൾ ഷോർട്സ് ഒക്കെ അവൈലബിൾ ആയി. സമ്മർ കളക്ഷൻ ആയപ്പോൾ ഞാൻ ജീൻസ് ഒന്നും അങ്ങനെ ഒത്തിരി കണ്ടേയില്ല. പിന്നെ കുറവായിരുന്നു ജീൻസിൻ്റെ ഏരിയയിൽ. ഫുഡ് വെയർ ഒക്കെ പുതിയ ലോഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു എല്ലാം കാണാൻ. സമ്മർ കളക്ഷൻ ആയതുകൊണ്ടായിരിക്കണം സാൻഡിൽസും സമ്മർ ഡ്രസ്സും മാത്രമായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ഏറെ. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത്തവണത്തെ സ്റ്റുഡിയോ ഫൈൻസിലെ കുറേ ഡ്രസ്സസൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ ന്യൂ ലോഞ്ചിൽ നല്ല വെറൈറ്റി ഡ്രസ്സസ് തന്നെയായിരുന്നു കേട്ടോ ലോഞ്ച് ചെയ്തിരുന്നത്. പിന്നെ ഞാൻ എടുത്ത എല്ലാം വെറൈറ്റി കളേഴ്സാണ്. എനിക്ക് എപ്പോഴും എടുക്കാത്ത കളേഴ്സൊക്കെയാണ് ഞാൻ ഈ തവണ ചൂസ് ചെയ്തത്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.